യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പുത്തൻകുരിശിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. ഗീസ് പീറ്ററുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പുത്തൻകുരിശിൽ നിന്ന് ആദ്യം നമ്മൾ ദൃശ്യങ്ങളിലേക്ക്. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പുത്തൻകുരിശിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ സഭാസ്ഥാനത്ത് ഇന്നാണ് എത്തിയത്. ലെബനോനിൽ നിന്നാണ് അദ്ദേഹം എത്തിയത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അവിടെ നിന്ന് പുത്തൻകുരിശിലേക്ക് അദ്ദേഹം എത്തി. അവിടെയും വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ കാണാനായി. നിരവധി പേരാണ് സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്കായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ഥാനാരോഹണ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മലങ്കരയിലെ വലിയ മെത്രാപ്പോലിത്ത എബ്രഹാം മാർ സേവേറിയൂസ് ആണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ശുശ്രൂഷ ചടങ്ങുകളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിൽ, സഭ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ ഇടയൻ്റെ രംഗപ്രവേശം. അദ്ദേഹം എങ്ങനെയാണ് ഈ വിഷയങ്ങളോട് പ്രതികരിക്കുക? സഭാനാഥൻ ആദ്യമായി സഭാസ്ഥാനത്തെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക? ഇതൊക്കെ ഉറ്റുനോക്കുകയാണ് വിശ്വാസ ലോകം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെടുവനും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ നാഥനായി സ്ഥാനാരോഹണം ചെയ്യുകയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ. ആ ചടങ്ങുകൾ ബസേലിയോസ് ജോസഫ് ബാവ സ്ഥാനാരോഹണം ചെയ്യുന്നതിൻ്റെ ചടങ്ങുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻകുരിശിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളായിരുന്നു അത്. പരിശുദ്ധനായുള്ളവേ, നിന്റെ മഹനീയ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു.